Hello, good afternoon. Offer. According to section 2 subsection A, when a person signifies to another his willingness to do or to abstain from doing something with a view to obtain the assent of that other to such an act or abstains is said to be make a proposal or offer. ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഓഫർ എന്താണെന്നുള്ളത്. ഒരാൾ തൻ്റെ വില്ലിങ്നെസ് മറ്റൊരാളെ അറിയിക്കുകയാണ്. തൻ്റെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമെന്നോ ചെയ്യാതിരിക്കുമെന്നോ ഉള്ള തൻ്റെ വില്ലിങ്നെസ്, തൻ്റെ സന്നദ്ധത, താല്പര്യം മറ്റൊരാളെ അറിയിക്കുകയാണ്. മറ്റൊരാളുടെ കൺസെൻറ്റിന് വേണ്ടിയിട്ട്, അസെൻറ്റിന് വേണ്ടിയിട്ട്, അവരുടെ സമ്മതത്തിന് വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ ഓഫർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓഫർ ഉണ്ട്. ടൈപ്സ് ഓഫ് ഓഫർ: എക്സ്പ്രസ് ഓഫർ, ഇംപ്ലൈഡ് ഓഫർ, സ്പെസിഫിക് ഓഫർ, ജനറൽ ഓഫർ, ക്രോസ് ഓഫർ, കൗണ്ടർ ഓഫർ, സ്റ്റാൻഡിങ് ഓഫർ. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓഫറുകളുണ്ട്. അപ്പോൾ ഓരോന്നും നോക്കാം. വളരെ സിമ്പിളാണ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓഫർ? അപ്പോൾ ഒന്നാമത്തത് എക്സ്പ്രസ് ഓഫറാണ്. നമ്മൾ ഓൾറെഡി എക്സ്പ്രസ് കോൺട്രാക്റ്റൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എക്സ്പ്രസ് കോൺട്രാക്റ്റ്, ഇംപ്ലൈഡ് കോൺട്രാക്റ്റ്, സ്പെസിഫിക് കോൺട്രാക്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓഫറുകൾ. ഫസ്റ്റ് വണ് എക്സ്പ്രസ് ഓഫറാണ്. എക്സ്പ്രസ് ഓഫർ when offer is given to another person either in writing or in oral. നമ്മൾ എഴുതി തയ്യാറാക്കുന്നതോ വാക്കാലോ ഉണ്ടാകുന്ന ഫോം ചെയ്യുന്ന ഓഫർ, പറയുന്ന ഓഫറെയാണ് നമ്മൾ എക്സ്പ്രസ് ഓഫർ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇംപ്ലൈഡ് ഓഫറാണ്. when offer is given to another person either in writing or in oral. എഴുതി തയ്യാറാക്കാത്ത, സാധാരണഗതിയിൽ പറയാത്ത സർക്കംസ്റ്റാൻസസ് അനുസരിച്ച് ഫോം ചെയ്യുന്ന ഓഫറാണ് ഇംപ്ലൈഡ് ഓഫർ എന്ന് പറയുന്നത്. തേർഡ് വൺ സ്പെസിഫിക് ഓഫർ. വെൻ എ ഓഫർ ഈസ് ഗിവൺ ടു എ സ്പെസിഫിക് പേഴ്സൺ, വെൻ എ ഓഫർ ഈസ് അഡ്രസ്ഡ് ടു എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ ഈസ് കോൾഡ് എ സ്പെസിഫിക് ഓഫർ. നമ്മളൊരു പെർട്ടിക്കുലർ വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ഗ്രൂപ്പിനോടോ നമ്മളൊരു ഓഫർ വെക്കുകയാണെങ്കിൽ അതിനെ സ്പെസിഫിക് ഓഫർ എന്നാണ് പറയാം. വെൻ എ ഓഫർ ഈസ് ഗിവൻ ടു എ സ്പെസിഫിക് പേഴ്സൺ ആണ് സ്പെസിഫിക് ഓഫർ എന്ന് പറയുന്നത്. ഫോർത്ത് വൺ ജനറൽ ഓഫറാണ്. വെൻ ഓഫർ ഈസ് ഗിവൺ ടു എൻറ്റയർ വേൾഡ് അറ്റ് എ ലാർജ്. ഇപ്പോൾ ഒരു ലാർജ് പീപ്പിളിനേക്ക് അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുകയാണ്. അങ്ങനെയുള്ള ഓഫറുകളാണ് ജനറൽ ഓഫർ എന്ന് പറയുന്നത്. സ്പെസിഫിക് ഓഫർ ആകുമ്പോൾ ആർക്കാണോ ഓഫർ കൊടുത്ത് അയാൾക്ക് മാത്രമേ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ജനറൽ ഓഫർ ആകുമ്പോൾ ആർക്ക് വേണമെങ്കിലും ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഫിഫ്ത്ത് വണ്ണാണ് ക്രോസ് ഓഫറാണ്. ക്രോസ് ഓഫർ വെൻ ബോത്ത് ദ പേഴ്സൺ ആർ മേക്കിംഗ് ഐഡൻറ്റിക്കൽ ഓഫർ ടു ഈച്ച് അതർ ഇൻ ഇഗ്നോറൻസ് ഓഫ് അതേഴ്സ് ഓഫർ. ഇതിനാണ് ക്രോസ് ഓഫർ എന്ന് പറയാം. എന്താ, എ ബിയോട് ഒരു ഓഫർ പറയുന്നു, ബി എയോട് ഇതറിയാതെ എന്ത് ചെയ്യുന്നു, വേറൊരു ഓഫർ പറയുന്നു. പക്ഷെ അത് സെയിം മാറ്റർ ആയിരിക്കും. സെയിം മാറ്റർ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാതെ കൈമാറുന്ന ഓഫർ ചെയ്യുന്നതിനെയാണ് ക്രോസ് ഓഫർ എന്ന് പറയും. എന്താ, എ എന്ത് ചെയ്യുന്നു, തൻ്റെ കയ്യിലുള്ള കാറ് ബിക്ക് ഒരു 5 lakhന് എന്ത് ചെയ്യുന്നു, സെയിൽ നടത്താൻ സന്നദ്ധത അറിയിക്കുന്നു. ബി അത് അറിയാതെ എന്ത് ചെയ്യുന്നു, 5 lakhന് തൻ്റെ കാറ് വാങ്ങാമെന്ന് സന്നദ്ധത അറിയിക്കുന്നു. ഇതിനെയാണ് ക്രോസ് ഓഫർ എന്ന് പറയും. വെൻ ടു പാർട്ടീസ് മേക്ക് ഐഡൻറ്റിക്കൽ ഓഫർ ടു ഈച്ച് അതർ ഇൻ ഇഗ്നോറൻസ് ഓഫ് ഈച്ച് അതർ. ഇതിനെയാണ് ക്രോസ് ഓഫർ എന്ന് പറയുന്നത്. സെയിം മാറ്റർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. എ ബിനോട് പറയുന്നതും ബി എനോട് പറയുന്നതും സെയിം മാറ്റേഴ്സ് ആയിരിക്കും. പിന്നെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. വെൻ എ പേഴ്സൺ ടു ഹൂം ടു ഓഫർ ഈസ് മെയ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ആക്സെപ്റ്റിംഗ് ദ ടേം ഓഫ് ദ ഓഫറർ ഡിസയർ മോഡിഫിക്കേഷൻ ഓഫ് ദ സെയിം. ഇപ്പോൾ എന്താ, എ ബിനോടൊരു ഓഫർ പറയുന്നു, തൻ്റെ കയ്യിലുള്ള കാറ് 5 lakhന് സെയിൽ നടത്താൻ സന്നദ്ധ അറിയിച്ചുകൊണ്ട് എ ബിക്ക് ഒരു ഓഫർ കൊടുക്കുന്നു. 5 lakhനാണ് കാറ്. ബി എന്ത് ചെയ്യുന്നു, ഈ 5 lakh എന്നുള്ളത് മാറ്റം വരുത്തിയിട്ട് എന്ത് ചെയ്യുന്നു, 4 lakhന് പർച്ചേസ് ചെയ്യാമെന്ന് വേറൊരു ഓഫർ കൊടുക്കുകയാണ്. ഇതിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ട്
തിരിച്ച് ഒരു ഓഫർ കൊടുക്കുന്നതിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. എ കൗണ്ടർ ഓഫർ ഈസ് റിജക്റ്റിംഗ് ദ ഒറിജിനൽ ഓഫർ. ഇപ്പോൾ ഒറിജിനൽ ഓഫർ ഇതിനെ എന്ത് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്തിട്ട് പുതിയൊരു ഓഫർ വെക്കുകയാണ്. എ കൗണ്ടർ ഓഫർ ഈസ് റിജക്റ്റിംഗ് ദ ഒറിജിനൽ ഓഫർ ആൻഡ് മേക്കിംഗ് എ ന്യൂ ഓഫർ. ദ ന്യൂ ഓഫർ ഈസ് ദ കൗണ്ടർ ഓഫർ. പുതിയ ഓഫറിനെയാണ് കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ഓഫർ ടു സെൽ ഹിസ് ഹൗസ് ഫോർ 2 lakh. തൻ്റെ വീട് എ എന്ത് ചെയ്യുന്നു, ബിക്ക് 2 ലക്ഷത്തിന് വെക്കാമെന്ന് സന്നദ്ധ അറിയിക്കുന്നു. ബി ആക്സെപ്റ്റ് ടു പർച്ചേസ് 1 lakh. 1 lakhനാണെങ്കിൽ വാങ്ങിച്ചു കൊള്ളാം എന്നാണ് ബി എന്ന് പറയുന്നത് എനോട് പറയുന്നത്. ദ ആക്സെപ്റ്റൻസ് ഈസ് ഇങ്ങനെയുള്ള ആക്സെപ്റ്റൻസിനെ കൗണ്ടർ ഓഫർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ വാലിഡ് ആക്സെപ്റ്റൻസ്. ഇതൊരു വാലിഡ് ആക്സെപ്റ്റൻസ് അല്ല, ഇതൊരു കൗണ്ടർ ഓഫറാണ്. ലാസ്റ്റ് സ്റ്റാൻഡിങ് ഓഫറാണ്. എൻ ഓഫർ വിച്ച് റിമൈൻ കണ്ടിന്യൂസ്ലി എൻഫോഴ്സിബിൾ ഫോർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം. ഒരു മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കോ ഒരു പീരീഡ് ഓഫ് ടൈമിന് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓഫറിനെയാണ് സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയുന്നത്. എൻ ഓഫർ ഫോർ എ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് എ സർട്ടൻ ആർട്ടിക്കിൾ. ഇത് തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്നു, എ ബിൻ്റെ ഇരുന്ന് കുറച്ച് ഗുഡ്സുകൾ പർച്ചേസ് ചെയ്യുന്നു ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക്. ഇതിനെയാണ് സ്റ്റാൻഡിങ് ഓഫർ എന്ന് പറയുന്നത്. എൻ ഓഫർ ഫോർ എ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് എ സർട്ടൻ ആർട്ടിക്കിൾ അറ്റ് എ സർട്ടൻ റേറ്റ് ഓവർ എ ഡെഫിനിറ്റ് പീരീഡ് ഈസ് കോൾഡ് എ സ്റ്റാൻഡിങ് ഓഫർ. ഇത്രയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഓഫർ ഉള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.